ഇപ്പൊ നമ്മുടെ 2025 അപ്ഡേറ്റഡ് മാറ്റി എത്തിങ്ങനെ BXA ഉണ്ടാകും. ഈ വല്ല എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റ് കൗണ്ടർ പ്രൈസ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എർട്ടിഗയുടെ BXA വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എർട്ടിഗയിൽ നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് പറയാവുന്നത് ഈ BXA വേരിയന്റ് ആണ്. എർട്ടിഗയുടെ BXA വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു, ഹൈ ബീം ലോ ബീം അവിടെ ചേർന്ന് നമുക്ക് പാർട്ട് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഫുൾ ഹാലജനാണ്. താഴത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയന്റിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 185 mm ആണ് എർട്ടിഗയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നടക്കാൻ സർട്ടിഫിക്കറ്റ് ലോഗോ. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 ഇഞ്ച് സ്റ്റീൽ വീലുകൾ കാണാനായിട്ട് പറ്റും. 195 60 15 ടയർസ്. ഫ്രണ്ടിൽ ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. നമുക്ക് മിറേഴ്സിൽ LED തേർഡ് സെൻസർ എടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ലുക്ക്. നമുക്ക് കീഴ് സെൻറ്റർ കാര്യങ്ങളും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല, നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് വശമാണ്. എനിക്കൊന്ന് എർട്ടിഗയുടെ ലുക്ക് സിമിലറാണ്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലൊരു സ്പോയിലർ അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട്. നമുക്കവിടെ ഹാമേഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷറോ D4 ഒന്നും തന്നെ വരുന്നില്ല. എർട്ടിഗ ബാജിങ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. വേരിയൻറ്റിൻ്റെ ബാജിങ് വരുന്നില്ല. ടെയിൽ ലൈറ്റ് കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കാണാം. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങും തന്നെ വരുന്നില്ല. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണുള്ളത്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് സിമ്പിളി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂട്ടാൻ നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കൂടി വരുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് അടിയിലായിട്ടാണ് സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫീച്ചേഴ്സ് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ക്വാർട്ടർ ഗ്ലാസിൻ്റെ വലിപ്പം അത്യാവശ്യം വന്നിട്ടുണ്ട്. പണ്ട് തട്ടികളിൽ കുറച്ച് പഴയ ക്വാർട്ടർ ഗ്ലാസ് ആയിരുന്നു, ഇപ്പോൾ പുതിയതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷനാണ് നമുക്ക് ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് വൈറ്റ് കളറാണ് കംപ്ലീറ്റ്ലി ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വുഡ് ട്രീറ്റ്മെൻറ്റ് പോലത്തുള്ള പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിൽ 4 പവർ കൺട്രോൾ, ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ 4 ഡൗൺ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം കളറാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ലോഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല BXA വരുന്നത്. ഇത് ഓഫ് വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ്ലി സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മാനുവൽ എന്താണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെപ്പഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ താഴോട്ട് കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാണത്. ഈ വശത്തേക്ക് വന്നാൽ നമുക്ക് ബാക്കിലെ പുതിയ സ്വിച്ച് റിയർ AC ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെ ഫീച്ചേഴ്സ് ആയിരുന്നു ചെക്ക്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആരും പറയില്ല ഇതൊരു BXA വരുന്നതാണ്. കാരണം നമുക്ക് ഈ സ്ക്രീനിൻ്റെ സൈസ് കുറവാണെന്ന് TFT ഡിസ്പ്ലേന്ന് പറയുന്ന സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് എന്തായാലും ഒരു ഓഫ് വൈറ്റ് കളറിലാണ് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇടവശത്ത് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസും കാണാം. ടിൽറ്റാണ് ഓപ്ഷൻ വരുന്നത്. ഫ്ലാപ്പ് ബോർഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു അബ്ദുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇൻസ്റ്റമോളസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് ചെയ്തിട്ടൊരു ടോപ്പ് ആൻഡ് ടയർ സെയിം ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും ആർപിഎം എല്ലാം അനലോഗായിട്ട് കൊടുത്തിരുന്നു. നടുക്കൊരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ, അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ആവറേജ് ഫീൽഡ് ഡിസ്റ്റൻസ് 20, സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാറ്ററി പാക്ക്, അങ്ങനെ ഈ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഈ സ്ക്രീനിൽ അറിയാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് പഴയ RT-യിലൊക്കെ കാണുന്ന 2D സിസ്റ്റം അല്ല, നമുക്ക് TFT ഡിസ്പ്ലേന്ന് പറയുന്ന സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് USB കണക്ട് ചെയ്യാം, മ്യൂസിക് പ്ലേ ചെയ്യാം, ഓക്സിലറി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് കൊണ്ടാണ് നമുക്ക് AC വെൻസ് കാണാൻ. ടോപ്ലെസ് ക്രോം സെറ്റ് കൊടുത്തിരിക്കുന്നു.
ഇനി താഴത്തെ കൂടെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരുന്നത്. നമുക്ക് 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ആദ്യത്തെ എർട്ടിഗയിൽ ഒരു കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഇപ്പോൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വന്നു എന്നുള്ളതാണ്. അതിൽ സോഫ്റ്റ് ടച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. ഇത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് സീറ്റിൻ്റെ സൈഡിൽ എയർ ബാഗിൻ്റെ ബാജും കാണാം. ഈ വശത്തും എയർ ബാഗിൻ്റെ ബാജും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കോ ഡ്രൈവർ സൈഡിൽ സംബന്ധിച്ച് വിത്ത് മിററാണ്. സെൻറ്റർ IR VMS നമുക്ക് മാനുവൽ ഡിമ്മിങ്ങൾ IR VMS ആണ്. നമുക്ക് ടോപ്പിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം. റീഡിംഗ് ലൈറ്റ് ഹാജരായിട്ട് കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡിൽ സംബന്ധിച്ച് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു അത്യാവശ്യം ചേർത്തായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയുടെ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ചെയ്യാനും ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കാണാം. ഡോർ പെഡെല്ലാം ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാവരും നമുക്ക് ഓഫ് വൈറ്റ് കളറാണ്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരുന്നു. പൗണ്ടർ കൺട്രോളാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ്. ബാക്കിൽ നമുക്ക് മേജറായിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു AC വെൻസ് ഇവിടെ ആയിട്ടാണ് താഴെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ അട്ടികൾ റൂഫ് മൗണ്ടഡ് ആയിട്ടായിരുന്നു AC വെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സീറ്റ് നമുക്ക് ഇപ്പോൾ സെൻറ്റർ ആംറസ്റ്റ് പണ്ടത്തെ അർട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ അർട്ടികൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതിന് പകരം നമുക്ക് ബാക്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സെറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഈ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് ഈ എർട്ടിഗയിൽ കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. 15-20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സീറ്റ്സ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ടോപ്പിൽ നമുക്ക് 2 വശത്തും ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എർട്ടിഗയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് ചെയ്തിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനത്തെ 10 ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എർട്ടിഗയിൽ നിങ്ങൾക്ക് റേറ്റിംഗ് നമുക്ക് കൂടുതലാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ റൈഡ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എർട്ടിഗയിൽ നിങ്ങൾക്ക് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എർട്ടിഗയിലെ ബേസ് വേണ്ടായ LXI വരുന്നത് നമുക്ക് 7,80,000 രൂപയാണ്. VXIയിലേക്ക് വന്നു കഴിഞ്ഞാൽ VXIയിൽ നിങ്ങൾക്ക് 8,91,000 രൂപയാണ് എൻ്റെ പ്രൈസ്. ZXIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXIയിൽ നിങ്ങൾക്ക് 10,91,000 രൂപയായിരുന്നു. ZXI ടോപ്പ് എങ്കിൽ 14,91,000 രൂപ. ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിൽ നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.